ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാറ്റഗറി നമ്പർ 166/2023 എന്ന ചോദ്യപേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അധികം സംസാരമില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം 26ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത്? റിട്ടുകൾ എവിടെ നിന്നാണ്? ബ്രിട്ടൻ കേട്ടോ. റിട്ടുകൾ ബ്രിട്ടൻ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 27 ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1 കേട്ടോ. 2010 ഏപ്രിൽ 1 ഓപ്ഷൻ ബി ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു കേട്ടോ. ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ആണ്. 29ാമത്തെ ചോദ്യം. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? എത്രയാണ്? ഓപ്ഷൻ സി 3 മാസം കേട്ടോ. ഓപ്ഷൻ സി 3 മാസം. 30ാമത്തെ ചോദ്യം. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പൊതു താൽപ്പര്യ ഹർജി കേട്ടോ. ഓപ്ഷൻ ഡി പൊതു താൽപ്പര്യ ഹർജിയാണ്. 31ാമത്തെ ചോദ്യം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. ഓപ്ഷൻ ബി അംശി നാരായണപിള്ളയാണ്. 32ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം കേട്ടോ. ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം. 33ാമത്തെ ചോദ്യം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ്? ആനന്ദമഠം കേട്ടോ. ആനന്ദമഠം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 34ാമത്തെ ചോദ്യം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് ഏത്? ഓപ്ഷൻ ബി രേഖാംശ രേഖകൾ കേട്ടോ. രേഖാംശ രേഖകൾ. 35ാമത്തെ ചോദ്യമാണ് അടുത്തത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്? മലാല യൂസഫ്സായ് കേട്ടോ. മലാല യൂസഫ്സായ്. 36ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ഡി റൈച്ചൂർ കേട്ടോ. ഓപ്ഷൻ ഡി റൈച്ചൂർ ആണ്. 37ാമത്തെ ചോദ്യം. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ശിവജിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി കേട്ടോ. ഹരിതഗൃഹ കൃഷി എന്നറി കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 39ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഇന്ത്യയാണേ. 40ാമത്തെ ചോദ്യമാണ് അടുത്തത്. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ഉള്ളതാണ് കേട്ടോ. ഇവയെല്ലാം ആൻസറാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഇവയെല്ലാം. 41ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ ബി തെർമോമീറ്റർ കേട്ടോ. ഓപ്ഷൻ ബി തെർമോമീറ്റർ. 42ാമത്തെ ചോദ്യം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. 43ാമത്തെ ചോദ്യമാണ് അടുത്തത്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ഏതാ? ചന്നാർ ലഹള കേട്ടോ. ചന്നാർ ലഹള. ഓപ്ഷൻ ബി ചന്നാർ ലഹളയാണ്. 44ാമത്തെ ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ്? ഗാന്ധിജി കേട്ടോ. ഓപ്ഷൻ ബി ഗാന്ധിജി. 45ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 46ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം നമുക്ക് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതാണ് ഓപ്ഷൻ സി ഒട്ടകം കേട്ടോ. ഒട്ടകം. 47ാമത്തെ ചോദ്യം. മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം കേട്ടോ. ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം.
48ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം കേട്ടോ. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായി കേട്ടോ. ഓപ്ഷൻ ബി പണ്ഡിത രമാഭായി ആണ്. 50ാമത്തെ ചോദ്യം നോക്കാം. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി നൈലാണ് കേട്ടോ. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി നൈൽ കേട്ടോ. നൈലാണ്. 51ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത ആരാണ്? ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമയാണ് കേട്ടോ. മാഡം ഭിക്കാജി കാമ. 52ാമത്തെ ചോദ്യമാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു കേട്ടോ. ഓപ്ഷൻ എ ലിട്ടൺ ആണ് കേട്ടോ. ലിട്ടൺ പ്രഭുവാണ്. 53ാമത്തെ ചോദ്യം. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഏതിലാണ്? ആർട്ടിക്കിൾ 21A കേട്ടോ. ആർട്ടിക്കിൾ 21A ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 54ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. ഓപ്ഷൻ എയിൽ രാമകൃഷ്ണ പിള്ളയൊക്കെ കാണും. ആരാണ് ആൻസർ? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 55ാമത്തെ ചോദ്യം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 56ാമത്തെ ചോദ്യം. പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? ഈ കൊടുത്തിരിക്കുന്നതിൽ പരോക്ഷ നികുതി അല്ലാത്തതാണ് വ്യക്തിഗത ആദായ നികുതി കേട്ടോ. വ്യക്തിഗത ആദായ നികുതി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം കേട്ടോ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം കേട്ടോ. ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ജാർഖണ്ഡ് കേട്ടോ. ജാർഖണ്ഡാണ്. 59ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പാതിര കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആണ് കുമരകം കേട്ടോ. കുമരകം. 60ാമത്തെ ചോദ്യം. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഏതാണ്? കൊടുങ്ങരപ്പള്ളം പുഴ കേട്ടോ. കൊടുങ്ങരപ്പള്ളം പുഴ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 61ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ഹൃദയം കേട്ടോ. ഓപ്ഷൻ ഡി ഹൃദയം. 62ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. ക്യാൻസൽ ചെയ്താണ്. 63ാമത്തെ ചോദ്യം നോക്കാം. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ ഡി നിശാന്തത കേട്ടോ. നിശാന്തത. 64ാമത്തെ ചോദ്യം. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു? ഓപ്ഷൻ എ ടാർട്രസിൻ കേട്ടോ. ഓപ്ഷൻ എ ടാർട്രസിൻ. 65ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം പദ്ധതി കേട്ടോ. ഓപ്ഷൻ ബി വയോമധുരം പദ്ധതി. 66ാമത്തെ ചോദ്യം. പപ്പായയുടെ ജന്മദേശം ഏതാണ്? അമേരിക്ക. ഓപ്ഷൻ എ അമേരിക്ക. 67ാമത്തെ ചോദ്യം. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? കാറ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കാറ്റ്. 68ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന 2017 നവംബർ 29 കേട്ടോ. 2017 നവംബർ 29. 69ാമത്തെ ചോദ്യം. ചന്ദ്രശങ്കര ഏതു വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ് കേട്ടോ. തെങ്ങാണ്. 70ാമത്തെ ചോദ്യം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തെന്മല. തെന്മല കേട്ടോ. 71ാമത്തത്. ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം ഏത്? പ്രോട്ടോൺ. ഓപ്ഷൻ എ പ്രോട്ടോൺ. 72ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏതിനാണ്? സിങ്ക് കേട്ടോ. ഓപ്ഷൻ സി സിങ്ക. 73-ാമത്തെ ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗ്രൂപ്പ് 18 കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 74-ാമത്തെ ചോദ്യം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓക്സിജൻ കേട്ടോ. ഓപ്ഷൻ ബി ഓക്സിജൻ. 75, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ബി 3 കേട്ടോ. 3. 76-ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? 27 1/3 ദിവസം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 27 1/3 ദിവസം. 77-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ഊഞ്ഞാലിൻ്റെ ചലനം കേട്ടോ. ഊഞ്ഞാലിൻ്റെ ചലനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 78-ാമത്തെ ചോദ്യം, വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നത് ഏവ? വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയിലൊന്നുമല്ല കേട്ടോ. ഇവയിലൊന്നുമല്ല. ഈ പറഞ്ഞേക്കുന്നൊന്നും കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായിട്ട് വരില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 79-ാമത്തെ ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം കേട്ടോ. സംവഹനം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 80-ാമത്തെ ചോദ്യം, വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏത്? ഓപ്ഷൻ സി തിരുവാതിര. ഈ ചോദ്യം എവിടെ നിന്ന് വന്നെന്നും അറിയാൻ പാടില്ല. 80-ാമത്തെ ചോദ്യം കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ.